മലപ്പുറം വളാഞ്ചേരി ആദവനാട് കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊന്നു. കുടശ്ശേരിപ്പാറ സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. കത്തി ഉപയോഗിച്ച് കഴുത്തിലും നെഞ്ചിലും ഉൾപ്പെടെ ആഴത്തിൽ കുത്ത് ഏറ്റതാണ് മരണകാരണം എന്നതാണ് പ്രാഥമിക വിവരം. മുസ്തഫയുടെ അടുത്ത ബന്ധുവാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് ക്രൂരമായ ആക്രമണം നടത്തിയത് എന്ന് മുസ്തഫയുടെ സഹോദരൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വണ്ടിയിട്ട് വന്നിട്ട് കയറ്റിയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം എന്തായിരുന്നു? നിലവിൽ കേസുണ്ട്. സ്വത്ത് തീർക്കാണോ? അല്ല, നിങ്ങൾക്ക് പരിക്കേറ്റോ? വണ്ടി കയറ്റി. വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, അടുത്ത ബന്ധുവാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ അവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. എന്തോ ഒരു കേസിന്റെ കാര്യമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അനുമോദ്? അഭിലാഷ്, ഇന്ന് രാവിലെ 10:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. കുടശ്ശേരിപ്പാറ ആനപ്പടിയിൽ മുസ്തഫയാണ് കൊല്ലപ്പെട്ടത്. മുസ്തഫയുടെ സഹോദരൻ അബ്ദുള്ളയും ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റത്. അബ്ദുള്ളയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഇവരെ ആക്രമിച്ചത് ഇവരുടെ സഹോദരിയുടെ മക്കളാണ് എന്നുള്ളത്. അതായത് മരുമക്കളാണ് അമ്മാവനെ കുത്തിക്കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. സഹോദരിയുടെ മക്കളായ സൈനുൽ ആബിദ്, സക്കീർ ഹുസൈൻ, സൽമാൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുണ്ടായ തർക്കം അത് മുൻപേ തുടങ്ങിയ ഒരു പ്രശ്നത്തെ തുടർന്നാണ്. 6 മാസം മുൻപ് ഇവരൊരു കാർ വാങ്ങിയിരുന്നു. ആ കാറിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ഈ കാറ് ഇപ്പോൾ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സൈനുൽ ആബിദും സക്കീർ ഹുസൈനും ഒക്കെ ചേർന്ന് കത്തിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ഇവരെ ജയിലിലടക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവർ ജാമ്യത്തിൽ ജയിലിൽ ഇറങ്ങിയത്. അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ കൊല്ലപ്പെട്ട മുസ്തഫയും അബ്ദുള്ളയും ഇവരെ ബൈക്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഈ കാറ് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. ഹൃദയത്തിലേറ്റ കുത്താണ് മുസ്തഫയുടെ ജീവനെടുത്തതെന്നാണ് പോലീസിൽ നിന്ന് അറിയാനാകുന്നത്. അതിക്രൂരമായിട്ടാണ് ഇയാളെ കൊന്നത്. സ്വന്തം അമ്മാവനെ മരുമക്കൾ തന്നെ കൊന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നടുക്കുന്ന ഒരു കാര്യം. എന്നാണെങ്കിലും പോലീസ് ഈ സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻപ് ഈ കാറ് വാങ്ങിയതിൻ്റെ കാറിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അന്ന് കാറ് കത്തിക്കുന്നതിലും തുടർന്ന് മറ്റ് നടപടികളിലേക്ക് നീങ്ങിയതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാനാകുന്നത്. എന്നാണെങ്കിലും അതിക്രൂരമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഈ ഒരു തർക്കത്തെ തുടർന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ഒരു മുസ്തഫയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വളർന്നത് എന്നുള്ളതാണ്. അനുമോദ് പറയുന്നതനുസരിച്ച് ഒന്നിലധികം പ്രതികൾ ഉണ്ടല്ലേ? ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് വന്ന് തന്നെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വന്ന് ചെയ്ത ഒരു കുറ്റകൃത്യം. കാരണം ഇതിനൊരു കൃത്യമായ പശ്ചാത്തലമുണ്ടല്ലോ ഇപ്പോൾ അനുമോദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. അതായത് ബൈക്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്ന മുസ്തഫയെയും അബ്ദുള്ളയെയും കാറിൽ ഇടിച്ചിട്ട് അവർക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ പരിക്കേൽപ്പിച്ച് മുസ്തഫയെ കുത്തിക്കൊല്ലുകയായിരുന്നു. ഹൃദയത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പ്രാഥമികമായിട്ട് പറയുമ്പോൾ കൊല്ലണമെന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ ഒരു അക്രമം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് മുൻപുണ്ടായിരുന്ന തർക്കം, വഴക്ക്, അത് ഒരു കാറ് കത്തിക്കുന്ന സംഭവത്തിലേക്ക് നയിക്കുകയും ഈ കാർ കത്തിച്ച വിഷയത്തിൽ മുസ്തഫയുടെ പരാതിയിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവർ ജയിലിലാവുകയും ചെയ്യുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്നത് തന്നെ ജയിലിലടച്ചതിൻ്റെ കാറിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള തർക്കത്തിൽ കാർ കത്തിച്ച കേസിൽ ഇവരെ ജയിലിലടച്ചതിൻ്റെ വൈരാഗ്യമാകാം ഒരു പക്ഷേ ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും ആ ബൈക്ക് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികൾ എന്നുള്ളതാണ് ഈ ആസൂത്രിതമാണ് ഇത് എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്. ഇവരെ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ വന്ന് വാഹനം തടഞ്ഞിട്ട് ആക്രമിച്ച് ബൈക്ക് കത്തിച്ച് കുത്തിക്കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. അതും പട്ടാപ്പകലാണ് ഇത് എന്നുള്ളതും
വളരെ പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് വേണം കരുതുവാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബ വഴക്കിന് പുറമെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ അതിലുണ്ടോ, ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർക്ക് ഈ ഒരു സംഭവത്തിൽ മറ്റാരുടെ സഹായമുണ്ടോ എന്നുള്ള കാര്യങ്ങളും തീർച്ചയായും ഇവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു കുടുംബ വഴക്ക് എന്ന നിലയിലേക്ക് ആണ് എങ്കിൽ അനുമോദ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ മറ്റേതെങ്കിലും പശ്ചാത്തലമുണ്ടോ എന്നതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ബന്ധുക്കളാണ്, ആ വഴക്കാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്നു. ഇതിലിപ്പോൾ അനുമോദ് ഈ പ്രതികൾ പ്രായം കുറഞ്ഞവരാവാൻ സാധ്യതയുണ്ടല്ലേ? അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇവരുടെ മറ്റേതെങ്കിലും തരത്തിൽ ഇവർ പൊതുവിലൊരു പ്രശ്നക്കാരാണോ? നമുക്കറിയാമല്ലോ, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ പോലും പലരും ലഹരിയുടെ ഉപയോഗം ഉണ്ടാകാം. അങ്ങനെയൊക്കെ സ്വന്തം കുടുംബത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യം യുവാക്കൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ആ ഒരു പശ്ചാത്തലം അറിയാൻ സാധിച്ചിട്ടുണ്ടോ അനുമോദ്? അഭിലാഷ്, നമുക്ക് ഇവരുടെ പ്രായം എത്രയാണെന്ന് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. പോലീസ് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ പ്രായപൂർത്തിയായവരാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻപ് ജയിൽവാസം അനുഷ്ഠിച്ചതാണ്, ജയിലിൽ കിടന്നവരാണെന്ന് നമുക്ക് വ്യക്തമായി പറയാവുന്നത്. ചെറുപ്പമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കുറെ കൂടി വ്യക്തമായി ലഭിക്കും. പ്രത്യേകിച്ച് ഇവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും കേസുകളിൽ, നേരത്തെ അഭിലാഷ് സൂചിച്ചാൽ മറ്റേതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾക്ക് ഒരു അടിമകളാണ് എന്നുള്ള നിരവധി സംശയങ്ങളുണ്ട്. കാരണം പട്ടാപ്പകല് സ്വന്തം അമ്മാവിനെ വാഹനം ഇടിപ്പിച്ച് ബൈക്ക് കത്തിച്ച് കുത്തിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ സ്വബോധത്തിൽ ആരെങ്കിലും ചെയ്യുമോ എന്ന് സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ഇവിടെ ആദ്യം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഘടകങ്ങളും എല്ലാ സാഹചര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമായ മറുപടി. ആണെങ്കിലും അതിക്രൂരമായ ഈ ഒരു കൊലപാതകം നാടിനെ ഒന്നാകെ ഞെട്ടിച്ച സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വാക്കുതർക്കം, കുടുംബ വഴക്ക്, അതാണ് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഒരു വാഹനത്തെ ചൊല്ലിയുള്ള തർക്കം. അതിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നത് നമുക്ക് ഇപ്പോഴറിയില്ല. പക്ഷേ ഇതാണ് കാരണമെങ്കിൽ തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിലേക്കാണ് കടന്നത്. സ്വന്തം അമ്മാവനെയാണ് ഇവർ കൊലപ്പെടുത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.